പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. പ്രതിവചന സങ്കീർത്തനമാണ്. എന്നിട്ട് നേരായ വഴി എന്താണെന്ന് സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് നമ്മളോട് വ്യക്തമായി പറഞ്ഞു തരികയും ചെയ്യും. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. വചനം വളരെ ഷാർപ്പാണ്. ഒന്നാമത്തെ വായനയുടെ അവസാനത്തിൽ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് പറയും, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു. പോകേണ്ട വഴി എന്താണെന്ന് പറഞ്ഞു തന്നു. താഴ്മയുടെ വഴിയാണ്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ വാർത്തകൾ കാണുമ്പോൾ മിക്കവാറും നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ സഞ്ജു സാംസണാണ്. ക്രിക്കറ്റ് ഇഷ്ടമാണ് പണ്ടേ മുതൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ മനുഷ്യൻ കടന്നുപോയിട്ടുള്ള അപമാനങ്ങളും ജീവിതത്തിൻ്റെ താഴ്ചകളെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് വിവരണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ വലിയൊരു വിജയം രാജ്യത്തിന് വേണ്ടി നേടിക്കൊടുത്തിട്ട് ആൾ പറയുന്നത് കേട്ടായിരുന്നു, ഞാനിത് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, എന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയ സർവശക്തനായ ദൈവത്തിന് നന്ദി. വിജയത്തിൽ മതിമറക്കാതെ തന്നെ വിജയത്തിലേക്ക് നയിച്ച ദൈവത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ ഈ കോടിക്കണക്കിന് മനുഷ്യരുടെ മുന്നിലാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ, ഒരു പ്രയാസമോ ഒരു മടിയും കൂടാതെ മുട്ടിന്മേൽ നിന്ന് ആകാശങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി കുരിശ് വരയ്ക്കുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ ഇതുവരെയും ഇങ്ങനെ ഒരു താഴ്മ കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളെല്ലാം ചെയ്യുന്നു, നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നമുക്കെല്ലാം കിട്ടുന്നു, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയതിൻ്റെ പേരിൽ നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ, കാലങ്ങൾ കാത്തിരുന്ന് ഒരുപാട് പരിശീലനത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയി ഇങ്ങനെ ഒരാൾ വിജയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആൾ പറയണത്, എൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു ശക്തിയെ മറന്നിട്ട് ഒരു വിജയത്തിലും മതിമറക്കാൻ എനിക്കാവില്ല. ആ സർവശക്തന് ഐ താങ്ക് ദ ഓൾ മൈറ്റി എന്ന് പറയണേ. ഈ ഒരു താഴ്മ ഉള്ള മനുഷ്യരെ എവിടെ എത്തിക്കുമെന്നാണ് വചനം പറയണത്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ഈ ഒരാളെ മാത്രമായിട്ട് എടുത്തു പറയണതല്ല, ഇപ്പോൾ ഒരു സെൻസേഷണലായിട്ടുള്ള വാർത്തയായതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷേ കാണണം, എവിടെയൊക്കെ മനുഷ്യർ ഇങ്ങനെ കർത്താവിൻ്റെ ശക്തമായ ചിറകിൻ കീഴിൽ സ്വയം ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുന്നു, അവിടെയൊക്കെ അവരുടെ ജീവിതം വലിയ നേരായ പാതയിലൂടെയും രക്ഷയിലേക്കും നയിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെ സ്വയം താഴ്ന്നു കൊടുക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ഐശ്വര്യം ആസ്വദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ, നീ മാത്രമാണ് രക്ഷ, നീ മാത്രമാണ് അഭയം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നോക്കണം. സാധാരണക്കാരാണ്. ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ച് എണ്ണിപ്പറയാനൊന്നും അവരുടെ കയ്യിലില്ല. അവരുടെ ജീവിതത്തിന് അങ്ങനെ ഒരു വലിയ നേട്ടങ്ങളുടെ കഥ പറയാനില്ല. പക്ഷേ സ്വസ്ഥതയും സമാധാനവും മുഖം നിറഞ്ഞ പുഞ്ചിരിയും ഉള്ളു നിറച്ച് സന്തോഷവുമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഒറ്റ കാരണമേ പറയാനുള്ളൂ, അവർ കർത്താവിൽ ആശ്രയിച്ചു. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, അവിടെ നിന്ന് എന്നെ സംരക്ഷിച്ചു എന്നുള്ളതാണ് വചനം പറയണേ. കർത്താവെ, ഈ ഒരു താഴ്മയോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഈ നമ്മൾ തിരുപ്പിറവി ദേവാലയത്തെക്കുറിച്ച് നേരത്തെയും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കർത്താവിൻ്റെ ജനനം നടന്ന ഇടത്ത് എന്നൊരു ദേവാലയമുണ്ട്. അതിന് തിരുപ്പിറവി ദേവാലയം എന്ന് പേര്. അതിനകത്തേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ആ വാതിലിനുള്ളിലൂടെ ഇങ്ങനെ കുനിഞ്ഞു കയറണം. ഒരാൾക്ക് തല കുനിച്ച് മാത്രം കയറാൻ പറ്റുന്ന ചെറിയ വാതിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തല കുനിച്ചിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്നത് കർത്താവ് പിറന്ന ഇടത്തേക്കാണ്. ഉണ്ണിയെ കാണണമെങ്കിൽ, ആ ദൈവത്തെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തല കുനിച്ചേ പറ്റുള്ളൂ, തല താഴ്ത്തിയേ പറ്റുള്ളൂ, തന്നെ തന്നെ താഴ്മയോടുകൂടെ ഒന്ന് സമർപ്പിച്ചേ പറ്റുള്ളൂ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ മാതാവും
നിന്റെ ഇഷ്ടം പോലെ നിറവേറിക്കോട്ടെ എന്ന് പറഞ്ഞ് ഗത്സെമനയിൽ തന്നെ വിട്ടുകൊടുക്കുന്ന ഈശോയൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ താഴ്മയുടെ ജീവിതത്തെക്കുറിച്ചാണെങ്കിൽ, സ്വന്തം ശിഷ്യന്മാരുടെ പാദങ്ങൾ പോലും കഴുകാനായി അവന് മടി കാണിക്കാതെ അതെങ്ങനെയാണെന്നുള്ളതിന് ഏറ്റവും നല്ല മാതൃക കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മൾ ഓരോരുത്തരും നടക്കേണ്ട വഴി അതുതന്നെയാണ്. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കൂടെയുള്ളവരുടെ മുൻപിൽ പോലും ഒന്ന് താഴ്ന്നു കൊടുക്കാനോ വിട്ടുകൊടുക്കാനോ ഇഷ്ടമില്ലാതെ ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ പരസ്പരം കലഹങ്ങളും തർക്കങ്ങളുമായിട്ട് നമ്മൾ എത്ര കാലം മുന്നോട്ട് പോകുമെന്നാണ് പറയണേ. ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റിയാൽ ഭാര്യയുടെ മുൻപിൽ, ഭർത്താവിൻ്റെ മുൻപിൽ, കുഞ്ഞുങ്ങളുടെ മുൻപിൽ, മാതാപിതാക്കളുടെ മുൻപിൽ, സഹോദരങ്ങളുടെ മുൻപിൽ, ചങ്ങാതിമാരുടെ മുൻപിൽ, എന്തിന് കുഞ്ഞുങ്ങളുടെ മുൻപിൽ പോലും അവർ പറയുന്നത് ശരിയാണെങ്കിൽ അതിനെ ഓർത്ത് ഓക്കെ നിങ്ങൾ പറഞ്ഞതാണ് ശരി, താങ്ക് യു എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റിയാൽ എന്തൊരു ഭംഗിയുള്ള ജീവിതമായിരിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. രക്ഷയിലേക്കുള്ള വഴിയിലാണ് നമ്മൾ. അതിൽ ഈ താഴ്മയില്ലാത്തൊരു മനുഷ്യർ തീർച്ചയായും തെറ്റിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം, കർത്താവെ അങ്ങയുടെ തിരുമുൻപിൽ ഇങ്ങനെ താഴ്മയോടുകൂടെ ആയിരിക്കാൻ, കൂടെയുള്ളവരുടെ മുൻപിൽ വിനീതരായി വ്യാപരിക്കാൻ ഞങ്ങൾക്ക് അവിടുത്തെ ആ വലിയ എളിമയെന്ന പുണ്യം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. എത്രമാത്രം ചെറുതായി അങ്ങ് ഞങ്ങളുടെ മുൻപിൽ ഈ തിരുവോസ്തിയുടെ രൂപത്തിലായിരിക്കാൻ മനസ്സാകുന്നുവോ അതിൽ നിന്നൊരു സ്നേഹമുള്ളിലേക്ക് നിറച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളും അങ്ങയെപ്പോലെ താഴ്മയുള്ളവരായി ജീവിക്കാൻ വരം നൽകണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ മുൻപിൽ വിനീത ഹൃദയത്തോടുകൂടി വ്യാപരിക്കുന്നവരെ കർത്താവ് എത്രമാത്രം ചേർത്ത് പിടിക്കുന്നുവെന്നുള്ള തിരിച്ചറിവിൽ വേണം ഈ ജീവിതം മുഴുവൻ സമർപ്പിച്ചിട്ടെന്ന് ഉറങ്ങാൻ പോകാൻ. കർത്താവെ, ഒന്നും ഞങ്ങളുടെ കഴിവ് കൊണ്ടായിരുന്നില്ല, ഒന്നും ഞങ്ങളുടെ പദ്ധതികൾ അനുസരിച്ചുമായിരുന്നില്ല, നേരെ മറിച്ച് എല്ലാം നിൻ്റെ വഴി, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ആഗ്രഹങ്ങൾ. ആ കർത്താവിങ്കിലേക്ക് ജീവിതം മുഴുവൻ സമർപ്പിച്ച് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.